സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ തന്ത്രങ്ങളുടെ കുന്തമുന ഒടിഞ്ഞിട്ടില്ല. വീണ്ടും ഇറാൻ തന്ത്രത്തിന് മുന്നിൽ ട്രംപും നെതന്യാഹുവും മുട്ടുമടക്കി. ഇനി ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തില്ലെന്ന് ട്രംപ് സമക്ഷ അപരാധം പറഞ്ഞിരിക്കുകയാണ്. ട്രംപിനെ മുട്ടുകുത്തിച്ച ഇറാന്റെ തന്ത്രം എന്തായിരുന്നു? അത് ഖത്തറിലെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ ആക്രമണമായിരുന്നു. എന്തുകൊണ്ടാണ് ഖത്തറിൽ ഇറാൻ നടത്തിയ ആക്രമണം ട്രംപിനെ പൊള്ളിക്കുന്നത്? സത്യത്തിൽ ഇസ്രയേൽ സൗത്ത് പാഴ്സിൽ ആക്രമണം നടത്തി ട്രംപിനെ കുരുക്കിലാക്കിയതാണോ? ഇതൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് അറിവൊന്നും ഇല്ലായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതല്ല സത്യമെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇറാന്റെ കൃത്യമായ തന്ത്രത്തിന് മുന്നിൽ ട്രംപും നെതന്യാഹുവും തലകുത്തി വീഴുന്നതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിനിടെ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നെങ്കിലും ഇറാൻ അത് കണക്കിലെടുക്കുന്നില്ല. മാത്രമല്ല, ഹോർമൂസിൽ ഇറാൻ കൂടുതൽ പിടിമുറുക്കുകയും ചെയ്തു. അതേസമയം ഇറാനെ നേരിടാനായി എത്തിയ USS ജെറാൾഡ് ആർഫോർഡ് എന്ന പടക്കപ്പൽ പിൻവാങ്ങിയതും ചർച്ചയാകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ 3 സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. അലി ലാറിജാനിയെ വധിച്ച ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നടത്തിയ വളരെ ഗുരുതരമായ ആക്രമണമായിരുന്നു ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിൽ നേരെ നടത്തിയ ആക്രമണം. ഊർജ്ജ മേഖലയ്ക്കെതിരെ ആക്രമണം നടത്തരുത് എന്ന ഇറാന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചായിരുന്നു ഇസ്രയേലിന്റെ ഈ നീക്കം. ഇതിനെതിരെയാണ് ഇറാൻ തന്ത്രപരമായി നീങ്ങിയതും ട്രംപിന് തന്നെ ഇനി ആക്രമിക്കില്ല എന്ന് തിരുത്തേണ്ടി വന്നതും നെതന്യാഹുവിന് വീണ്ടും നാണം കെടേണ്ടി വന്നതും. 4 വശവും കടലിനാൽ ചുറ്റപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമാണ് ഇറാന്റെ സൗത്ത് പാഴ്സ്. ലോകത്തിലെ മൊത്തം വാതക നിക്ഷേപത്തിന്റെ ഏകദേശം 8% ഈ ഫീൽഡിലാണ് ഉള്ളത്. ഖത്തറുമായി പങ്കിടുന്ന നോർത്ത് ഡാം കൂടി ചേർത്താൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വാതക ഫീൽഡായി മാറുകയാണ്. ഇറാന്റെ ആഭ്യന്തര വാതക ഉൽപ്പാദനത്തിന്റെ 70%-ലധികം വരുന്നത് സൗത്ത് പാഴ്സിൽ നിന്നാണ്. ഇറാൻ ഗ്യാസ് കയറ്റുമതിയിലൂടെ നേടുന്ന വിദേശ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഈ കേന്ദ്രത്തെ ആശ്രയിച്ചുമാണ്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് അടുത്തുമാണ്. അതായത് ഇറാന് മാത്രമല്ല, ലോകത്തിന് തന്നെ നിർണായകമായ ഗ്യാസ് ഫീൽഡിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തി കളഞ്ഞത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുകയായിരുന്നു ട്രംപ് നെതന്യാഹു ടീമിന്റെ ലക്ഷ്യം. പക്ഷേ അത് തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ആക്രമണത്തിനെതിരെ ഖത്തർ ഉടനെ തന്നെ രംഗത്ത് വന്നു. കാരണം കണ്ണിന് കണ്ണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇറാൻ തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഖത്തറിന് അറിയാമായിരുന്നു. കാരണം ഇറാന്റെ സൗത്ത് പാഴ്സിന് തൊട്ടടുത്ത് തന്നെ ഖത്തറിന്റെ ഗ്യാസ് ഫീൽഡ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഖത്തർ രംഗത്ത് വന്നത്. പക്ഷേ ഖത്തർ അങ്ങനെ ഒരു തന്ത്രം സ്വീകരിച്ചിട്ടും അല്ലെങ്കിൽ പ്രതിരോധ മാർഗം സ്വീകരിച്ചിട്ടും ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും പിടിച്ചുലയ്ക്കുകയും ചെയ്തു. ഖത്തറിലെ പ്രധാന ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായ നഗരത്തെയാണ് ഇറാൻ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത്. ഇറാൻ മിസൈൽ ആക്രമണം ഖത്തറിന്റെ LNG ഉൽപാദന ശേഷിയുടെ 17% ബാധിക്കുകയും ചെയ്തു. ഇറാൻ റാസ് ലഫാനെ ലക്ഷ്യം വെച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ അമേരിക്കയ്ക്ക് വളരെ വലിയ സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ താല്പര്യങ്ങളുണ്ട്. അമേരിക്കയിലെ പ്രമുഖ ഊർജ്ജ കമ്പനികൾ റാസ് ലഫാനിൽ പ്രധാന പ്രോജക്റ്റുകളിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ റാസ് ലഫാന് നേരെയുള്ള ആക്രമണത്തെ അമേരിക്കയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി തന്നെ കണക്കാക്കിയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതായത് സൈനിക കേന്ദ്രങ്ങൾക്ക് പകരം രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയായ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഊർജ്ജ യുദ്ധം എന്ന പുതിയ ഘട്ടത്തിലേക്ക് സംഘർഷത്തെ പെട്ടെന്ന് തന്നെ ഇറാൻ മാറ്റി. ഇതോടെ ട്രംപിന് അപകടം മണത്തു. ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ട്രംപിന് സൂചന കിട്ടി. കാരണം ഇസ്രയേൽ ഇറാന്റെ ഗ്യാസ് ഫീൽഡിനെ ആക്രമിച്ചത് കൊണ്ടാണല്ലോ ഇറാൻ ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചത്. ഇതോടെ ഇസ്രയേലിനെ തള്ളി ട്രംപ് അങ്ങ് രംഗത്ത് വന്നു. ഈ പ്രത്യേക ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിവില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രയേൽ രോഷാകുലരായി സ്വയം എടുത്ത തീരുമാനമാണ് ഇതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, ഇനിമേൽ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമൊന്നും ഉണ്ടാകില്ല എന്നും ട്രംപ് ഉറപ്പ് നൽകി. എന്നാൽ ട്രംപ് ഈ പറഞ്ഞത് കള്ളമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഈ ആക്രമണം അമേരിക്കയുടെ, അതായത് ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയുടെ ഏകോപനത്തോടെയാണ് നടന്നതെന്ന് 3 ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കൃത്യമായ ഏകോപനം നടന്നിരുന്നു എന്നാണ് റോയിറ്റേഴ്സിന്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായവും വിവരങ്ങളും അമേരിക്ക കൈമാറിയെന്നും റിപ്പോർട്ട് പറയുന്നു. ഇതോടെ ഇസ്രയേലിനെ തള്ളി ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള
അല്ലെങ്കിൽ കൂടെ നിർത്തി അവരുടെ രോഷം തണുപ്പിക്കാനുള്ള ട്രംപിൻ്റെ നയതന്ത്രപരമായ തന്ത്രം ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലിലൂടെ പൊളിഞ്ഞുപോയി. ഇസ്രയേലിൻ്റെ നീക്കത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മേഖലയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയുമുണ്ട്. ട്രംപും കൂട്ടരും ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള വികാരം അവർക്കുണ്ട്. അവർക്ക് തന്നെ ഈ ട്രംപിൻ്റെയും കൂട്ടരുടെയും ചതി കൂടുതൽ ബോധ്യപ്പെടുന്ന സാഹചര്യവും വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ അതിപ്പോൾ അറബ് ലോകം പുറത്തു കാണിക്കുന്നില്ല. പകരം ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. എന്നാൽ തങ്ങളുടെ തന്ത്രങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ ഇനിയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ ആധിപത്യമുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന് തന്നെയാണ് ഇറാൻ നിലപാടായി പറയുന്നത്. അതായത് ഫലത്തിൽ സൗത്ത് പാഴ്സിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ തോതിൽ ഉലച്ചിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. സൗത്ത് പാഴ്സിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമൂസിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ ഒരു കപ്പലിനും ഒരു ഇളവും നൽകില്ല എന്നാണ് ഇറാന്റെ പുതിയ നിലപാട്. എണ്ണക്കപ്പലുകളിൽ കർശന പരിശോധന നടപ്പാക്കും, ഇല്ലെങ്കിൽ മൈനുകൾ ഉപയോഗിച്ച് കപ്പൽ തകർക്കുമെന്നും ഇറാൻ വിപ്ലവ സേന വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന യാത്രാ കപ്പലുകൾക്ക് പ്രത്യേക നികുതിയും ടോളും ഏർപ്പെടുത്താനും ഇറാൻ ആലോചന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സൗത്ത് പാഴ്സിന് നേരെ നടന്ന ആക്രമണവും ഇറാന്റെ തിരിച്ചടിയും എണ്ണവില കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ദ്രവീകൃത ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $115 മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. യൂറോപ്പിലെ ഗ്യാസ് വിലയിൽ 28% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും വിലക്കയറ്റത്തിനും കാരണമാക്കിയിട്ടുണ്ട്. സംഘർഷം കടുക്കുമെന്ന ഭീതിയിൽ ഏഷ്യൻ യൂറോപ്യൻ വിപണികളിലെ ഓഹരി മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൻ്റെയും ഇറാൻ്റെ തിരിച്ചടിയുടെയും ആഘാതങ്ങൾ. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഇറാൻ തീരത്ത് ഉണ്ടായിട്ടുണ്ട്. ഇറാനെ കടലിൽ നിന്ന് നേരിടാൻ വേണ്ടി അമേരിക്ക എത്തിച്ച USS ജെറാൾഡ് ആർ ഫോർഡ് പടക്കപ്പൽ ഇറാൻ തീരത്ത് നിന്ന് പിൻവാങ്ങി. കപ്പലിലെ ലോണ്ടറി ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് കപ്പൽ യുദ്ധമേഖല വിട്ടത് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ ഇത് തീപിടുത്തമല്ല എന്നും ഇറാൻ്റെ ഡ്രോൺ ആക്രമണം കാരണമോ ഹൂതികളുടെ ഡ്രോൺ ബോട്ട് ആക്രമണം കാരണമോ ആണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് അഭ്യൂഹമുള്ളത്. ഇത് നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഈ തീപിടുത്തം അണയ്ക്കാൻ ഏകദേശം 30 മണിക്കൂറിലധികം സമയമെടുത്തു എന്നും നിരവധി നാവികർക്ക് പരിക്കേറ്റു എന്നും റിപ്പോർട്ടുകളുണ്ട്. കേടുപാടുകൾ തീർക്കാൻ ഗ്രീസിലെ ക്രീറ്റിലുള്ള സൗദ ബേ എന്ന നാവിക താവളത്തിലേക്കാണ് കപ്പൽ നീങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ജെറാൾഡ് ആർ ഫോർഡിന് പകരം USS ജോർജ് H.W. ബുഷ് പടക്കപ്പൽ ഉടൻ എത്തുമെന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. എന്തായാലും പേരുകേട്ട പടക്കപ്പലിൻ്റെ പിൻവാങ്ങൽ ട്രംപിനും കൂട്ടർക്കും നാണക്കേടായിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പിൻവാങ്ങൽ തങ്ങളുടെ വിജയമാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനിയൻ പ്രതിരോധ സംവിധാനങ്ങളെ ഭയന്നാണ് അമേരിക്കയുടെ വൻ പടക്കപ്പൽ പിൻവാങ്ങിയത് എന്നാണ് ഇറാൻ സേന പറയുന്നത്. എന്തായാലും ഇറാനുമായുള്ള സംഘർഷം കാരണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും നിരന്തരം തിരിച്ചടികൾ കിട്ടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇറാൻ്റെ ഭാഗത്ത് നേതാക്കളെ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അതൊന്നും ഇറാൻ്റെ ആക്രമണങ്ങളെ ബാധിക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. അവരുടെ ഗെയിം പ്ലാനുമായി അവർ മുന്നോട്ട് പോകുന്നതാണ് കാഴ്ച. അലി ലാറിജാനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കരുതലാണ്. അതിനിടയ്ക്ക് ഇറാൻ നടത്തിയ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ഇസ്രയേലിൽ കനത്ത നാശമുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2 പേരുടെ ജീവനും നഷ്ടമായിട്ടുണ്ട്. സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായാണ് മുന്നോട്ട് പോകുന്നത്. ഗൾഫ് മേഖലയിലെ മലയാളികൾ അടക്കമുള്ളവർ കടുത്ത ആശങ്കയിലാണ്. ഈദ്ഗാഹുകൾ പോലും ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട്. എങ്ങനെ സംഘർഷം അവസാനിക്കുമെന്ന് ആർക്കും ഊഹമില്ലാത്ത ഒരു അവസ്ഥയുമുണ്ട്. അമേരിക്കയുമായി ഒരു തരത്തിലും ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. ആക്രമണം നിങ്ങൾ തുടങ്ങുമെങ്കിലും അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന ഇറാൻ ആവർത്തിച്ചു പറഞ്ഞ ആ നിലപാട് ആണ് ഈ അവസരത്തിൽ പ്രസക്തമാകുന്നത്. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള സാഹചര്യങ്ങളുടെ വിലയിരുത്തലാണ് നടത്തിയത്. പുതിയ വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.